ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ കാണിക്കാനായിട്ട് പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ആയിട്ടുള്ള ബേസൻ ബർഫിയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റുള്ളതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലുമാണ് ഞാൻ ഈ റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഗീ ഒഴിച്ചു കൊടുക്കാനായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഏകദേശം ഒരു 1/4 കപ്പോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പോളം ബേസൻ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നെയ്യായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി ഒരു ഗോൾഡൻ കളറിലോട്ട് നമുക്ക് കിട്ടണം. ചെറിയൊരു തീയിൽ വേണം ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് കേട്ടോ. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നമുക്ക് സിമോലിന പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമുക്കൊരു 10-20 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വേവിച്ചെടുക്കണം. ഇങ്ങനെ കുക്ക് ചെയ്ത് ബേസൻ പൗഡറൊക്കെ നന്നായി കുക്കായിട്ട് വരാനായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഇനി നമുക്കൊരു 5-6 മിനിറ്റ് കൂടി ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കണം. ഇതിലോട്ട് ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇതിലോട്ട് നമുക്ക് ഒരു നുള്ള് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ ബേസൻ ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാം നന്നായി കുക്കായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് പരത്തി വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പരത്തി വെച്ച് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ കുറച്ച് നേരം വെക്കണം. അതിന് ശേഷം നമുക്ക് ഒരു ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ബേസൻ ബർഫി ഇവിടെ റെഡിയായി കിട്ടും. ഇനി ഇതുപോലത്തെ ഒരു പരന്ന പാത്രം എടുക്കുക. ഇനി നമുക്കിതിലോട്ട് അല്പം നെയ്യ് തടവി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇപ്പം ഞാനിതിങ്ങനെ പരത്തി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് നട്ട്സോ പിസ്താഷിയോ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. അതിനുശേഷം നമുക്കത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് അല്പം നേരം ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയോളൂ. വളരെ ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.